ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേയുടെ നാളത്തെ എപ്പിസോഡിൽ വൈജ കടപ്പാട്ടൂർ വന്നതിന് ശേഷം ബാലചന്ദ്രൻ്റെ ലാപ്ടോപ്പൊക്കെ തിരഞ്ഞു നോക്കുകയാണ്. അതിലൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് അലീനയ്ക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതിൻ്റെ 2 ബില്ലുകൾ കാണുന്നത്. മറ്റൊന്നുമല്ല, 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സും ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന വൈജ ഇത് കണ്ടതോടുകൂടി പിള്ളേരെ എടുത്തു വന്ന് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ മനുവും രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാവരും ഉണ്ട്. അപ്പോൾ പറയും 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സും വാങ്ങിച്ച് കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാണ് ബാലചന്ദ്രന് അവളോടുള്ളത് എന്നാണ് എന്നാണ് വൈജ ചോദിക്കുന്നത്. അപ്പോൾ ബബിത പറയും, ചേച്ചി അതൊന്നും ചോദിച്ചിട്ടല്ല, ഞങ്ങൾ തന്നെയാണ് ആ സ്വർണവും സാരിയൊക്കെ ഉടുപ്പിച്ച് ചേച്ചിയെ വിട്ടത് എന്ന്. അപ്പോൾ വൈജ ചോദിക്കും, എനിക്കറിയണം എന്തിനാണ് ബാലചന്ദ്രൻ ഇത്രയും പൈസ അവൾക്ക് വേണ്ടി, ഒരു വീട്ടുവേലക്കാരിക്ക് വേണ്ടി ചിലവാക്കിയത് എന്ന് പറഞ്ഞ് വൈജ കലി തുള്ളുകയാണ്. അപ്പോൾ വൈജയുടെ വായടപ്പിക്കുന്ന രീതിയിൽ മനു ഒരു ഡയലോഗ് പറയും. മറ്റൊന്നുമല്ല, അങ്കിൾ വരുമ്പോൾ ആൻറ്റി കൃത്യമായിട്ട് തന്നെ ചോദിച്ചോളുണ്ട്, എന്നിട്ട് അങ്കിളിൻ്റെ വായിലുള്ളതെന്ന് ആൻറ്റിക്ക് ആവശ്യമുള്ളത് ആൻറ്റി കേട്ടോളുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഒരു ഭീഷണിയാണ്, ആൻറ്റിക്ക് ആവശ്യമുള്ളത് ആൻറ്റി കേട്ടോളുണ്ട് എന്ന് പറയുകയാണ് മനു. അപ്പം വൈജ ഒതുങ്ങുന്നൊന്നുമില്ല. വൈജ പിന്നെയും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കടപ്പാട്ടത്തെ നാളത്തെ വിശേഷം. ഇനി ഇതേ സമയം നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ അലീന ആ വീട്ടിലേക്കായിട്ട് ഒന്ന് ഇണങ്ങാൻ ശ്രമിക്കുകയാണ്. അവൾ വീടൊക്കെ ഒന്ന് ചുറ്റും നടന്നു നോക്കും, നായക്കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് ഇണങ്ങി നോക്കും. അങ്ങനെ സ്റ്റാൻലിയുടെ റൂമിലെത്തിയിട്ട് അലീന വാതിൽ തുറന്നു നോക്കുമ്പം സ്റ്റാൻലി ഇരുന്ന് മദ്യപിക്കുന്നതാണ് അലീന കാണുന്നത്. അപ്പോൾ അലീനയ്ക്കത് കണ്ടപ്പോൾ ഒരു വിഷമവും എന്തോ കാണേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു മുഖഭാവത്തോടു കൂടി അലീന നിൽക്കുന്നത്. അപ്പോൾ അലീന ഇത് കണ്ടതെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായപ്പോൾ സ്റ്റാൻലിക്ക് ആകെ ഒരു ജാള്യതയാവും. അങ്ങനെയാണ് സ്റ്റാൻലി നിൽക്കുന്നത്. അങ്ങനെ അത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ മഴ തോരുമ്മയുടെ കഥയറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.